നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രണ്ട് ചുണക്കുട്ടികൾ മതി ഇന്ത്യയിൽ കോൺഗ്രസിന് കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരമെത്തിക്കാൻ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വികസിതമാർന്ന സംസ്ഥാനങ്ങളായി തെലങ്കാനയും കർണാടകയും മാറുന്നത് ഉത്തരേന്ത്യക്കാർക്ക് പലപ്പോഴും വല്ലാതെ ചൊറിച്ചിലാണ്. കാരണം ഇന്ത്യയുടെ IT നഗരമെന്നത് ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെയാണ് ഹൈദരാബാദ് ഇന്ത്യയിൽ ബോളിവുഡിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഫിലിം മേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പണ്ട് മുംബൈ ആയിരുന്നെങ്കിൽ ആ മുംബൈയുടെ സാധ്യതകളെല്ലാം മാറി. ഇപ്പോൾ അത് ഹൈദരാബാദാണ്. റാമുജി റാവു ഫിലിം സിറ്റി മാത്രമല്ല, ഹൈദരാബാദിൽ പല ലൊക്കേഷനുകൾ ഇപ്പോഴുണ്ട്. നോക്കൂ, രേവന്ത് റെഡ്ഡിയും അതുപോലെ തന്നെ DK ശിവകുമാറുമാണ് അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ. അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള രീതികൾ, മാറ്റങ്ങൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് ചില്ലറ കാര്യമല്ല. 2014 ശേഷം നരേന്ദ്രമോദി ഒരു വൻ കുതിപ്പ് നടത്തിയല്ലോ. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കാനുള്ളൊരു വൻ കുതിപ്പ്. അതിലൊന്നും ഈ രണ്ട് സംസ്ഥാനങ്ങളെന്നല്ല, ദക്ഷിണേന്ത്യയെ തൊടാൻ പോലും കഴിയുന്നില്ല. തമിഴ്നാട്ടിലോ കേരളത്തിലോ തെലങ്കാനയിലോ കർണാടകയിലോ ഒന്നും പിന്നീട് അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നില്ല കാര്യങ്ങൾ. കർണാടകയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പലിശ സഹിതം തൂത്തെറിഞ്ഞ് ഇനി കർണാടകയിൽ BJPക്ക് വർഗീയതയുടെ വേര് അമർത്താൻ കഴിയാത്ത വണ്ണം തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും DK ശിവകുമാർ നരേന്ദ്രമോദിയെ വെൽക്കം ചെയ്യുന്നത്, അദ്ദേഹത്തിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നത്, എൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത്, അത് കേട്ട് BJPക്കാർ വലിയ ജിജ്ഞാസാലുക്കളാവണ്ട, വലിയ രീതിയിൽ ചിരിക്കണ്ട. കാരണം പ്രധാനമന്ത്രി ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയെ ബഹുമാനിക്കുക എന്നതാണ് രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയുടെ ധർമ്മം. ആ വ്യക്തി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പണി ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. പറഞ്ഞു വരുന്നത്, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ്. പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും അധികാരം പിടിച്ചെടുക്കുന്നതിനോടൊപ്പം ഗോവയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇനി അധികാരത്തിലേക്ക് വരും. ഹിമാചലിലാണല്ലോ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിലുള്ള ഉത്തരേന്ത്യയിലെ ഏക സംസ്ഥാനം. അതിനെ കൂടാതെ ഗുജറാത്തിൽ വന്നാൽ സംഭവിക്കുന്നത് BJPയിൽ പിളർപ്പായിരിക്കും. BJP നേതൃത്വം ഒരു പിളർപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും കാണുന്നത്. BJPയുടെ പിളർപ്പ് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അതിഭയങ്കരമായിരിക്കും. ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, BJP ഒരിക്കലും പിളരില്ല, അമിത്ഷായും നരേന്ദ്രമോദിയും ഹൈജാക്ക് ചെയ്ത ഈ പാർട്ടി കാലങ്ങളോളം നിലനിൽക്കുമെന്നാണ്. ഒരിക്കലുമല്ല. ഇത് ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ്. മതസംഘടന അല്ലെങ്കിൽ മതപരമായി ഉണ്ടാക്കിയെടുത്ത പാർട്ടി. അതിന് ഏറെക്കാലമൊന്നും നിലനിൽപ്പ് കാണില്ല. അത് പിളരും, അത് തകർന്നടിയും. അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ RSS തന്നെ കൊടുത്തിട്ടുണ്ട്. മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടി പിളർപ്പിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന്. ഒരു സംശയവും വേണ്ട എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു.